നല്ല മാർക്ക് നേടണമെങ്കിൽ ഉണ്ടാകണം ലേണിംഗ്. നിങ്ങൾക്ക് എന്റെ വക ഒരു ഗുഡ് മോർണിംഗ്. അടികൈ. ഓ ഓ ഓ അമ്മയായിരുന്നാ? ഞാൻ വേറെ ആരോ എന്നാ വിചാരിച്ചേ. അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ജന്മദിനാശംസകൾ പറഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. ശരി, ഞാൻ വെക്കുവാണേ. ഇതിനേക്കാൾ സന്തോഷം എനിക്ക് ഇന്ന് വേറെ ഒന്നുമില്ല. ഓഹോ, ആരെങ്കിലും എന്നെ ഒന്ന് പിടിക്കേ, ആരെങ്കിലും എന്നെ നിർത്ത്, സഹായിക്കണേ. ഇപ്പൊ ദിനപത്രം വരെ മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുക. എന്റെ അമ്മച്ചി, ഇന്നത്തോടെ എന്റെ പണി തീർന്നു. അയ്യോ, ആരെങ്കിലും ഇതൊന്ന് നിർത്ത്, എന്നെ ഒന്ന് രക്ഷിക്ക്. മാറ് 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 മാറ്. അയ്യോ എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചി, കൊല്ലുന്ന ചൂട് മീനമാസത്തിലാണ്. ചിറകുകളില്ലാതെ ഞാൻ ആകാശത്തിൽ പറക്കുകയാണ്. അടികൈ. അയ്യോ അമ്മച്ചി, ആരെങ്കിലും ഒന്ന് നിർത്തേ, നിർത്ത്, ഇതൊന്ന് നിർത്താൻ ആരെങ്കിലും ഒന്ന് നിർത്ത്. ശരിക്കും നോക്കിപ്പോ എന്റെ അമ്മച്ചി, ഞാൻ തീർന്നു. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും ഇതിന്റെ ബ്രേക്ക് എവിടെയാണെന്ന് ആർക്കറിയാം. അടികൈ. അയ്യോ എന്റെ അമ്മച്ചി, അതെങ്ങനെയെങ്കിലും പിടിക്കണം, അതിലെങ്ങനെയെങ്കിലും പിടിക്കണം, അതിൽ പിടിച്ചേ മതിയാകൂ. ക്ഷമിക്കണേ, അയ്യോ ക്ഷമിച്ചേക്ക്, അയ്യോ അയ്യോ ക്ഷമിക്കണേ, അയ്യോ പിടിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും നിർത്തണേ, രക്ഷിക്കണേ, എന്നെ പിടിക്കണേ. എന്റെ അമ്മച്ചി, എന്ത് വലിയ ട്രക്കാ, ഇന്ന് എന്റെ കാര്യം പോക്കാണേ. അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ജന്മദിനത്തിൽ തന്നെ ചരമദിനം അനുഷ്ഠിക്കേണ്ടി വന്നേനെ. ഹാപ്പി ബർത്ത്ഡേ കന്ന സർ. കോമഡി പടം കാണുമ്പോ ആരെങ്കിലും പേടിക്കാറുണ്ടോ? ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ ആരെങ്കിലും വന്ന് വിഷ് ചെയ്യോ? അടികൈ. എന്റെ കൂട്ടുകാരന്റെ പേരാണ് ദീപക്. ആരോ എനിക്കുണ്ടാക്കിയതാണ് ഈ കേക്ക്. അടികൈ. ഓ എന്റെ അമ്മച്ചി. എന്റെ വീടിന്റെ പിറകിൽ മുഴുവൻ ചേരിയാണ്. ഈ കേക്ക് ബ്ലാക്ക്ബെറിയാണ്. അടികൈ. സർ, സാർ എന്താ ഈ കാണിച്ചത്? കേക്ക് മുഴുവൻ അങ്ങ് പാഴാക്കിയിരിക്കുകയാണ്. എന്റെ കിറ്റി, നീ എനിക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കിയത്, ഞാനത് കഴിച്ചല്ലോ. ഈ കേക്ക് അങ്ങേക്ക് വേണ്ടിയുള്ളതല്ല. മനസ്സിലായി, എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. പക്ഷെ എന്തായാലും ഞാൻ കഴിച്ചല്ലോ. അടികൈ അടികൈ, കൈ അടിക്ക്. ഇന്ന് സണ്ണിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങയുടെ ബർത്ത്ഡേക്ക് ആരെങ്കിലും കേക്ക് ഉണ്ടാക്കുമോ? അപ്പൊ ഈ കേക്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? ഓഹോ, അങ്ങേക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാ? സണ്ണിക്ക് ഉണ്ടാക്കി കൊടുത്ത് അവനെന്നെ പാർട്ടിക്ക് കൊണ്ടുപോവല്ലോ. സണ്ണിക്ക് വേണ്ടിയുള്ള കേക്ക് ഇനി ഞാൻ കടയിൽ പോയി വാങ്ങണം. മോഷ്ടിച്ച് പാല് കുടിച്ച പൂച്ച ചാടിപ്പോയോ? സണ്ണിയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ട്, എന്റെ ബർത്ത്ഡേ മറന്നുപോയോ? അടികൈ. ഹായ് ഹണിമോനെ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടല്ലോ, അത് കിറ്റി അങ്ങയോട് പറഞ്ഞിട്ടില്ലേ? അവള് മറന്നുപോയി കാണും, നീ പറയടാ. വൈകിട്ട് 5 മണിയാവുമ്പോ ടുട്ടു റിസോർട്ടിലേക്ക് നിങ്ങൾ വന്നേക്കേ. സണ്ണിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഇതാണോ നിനക്ക് പറയാനുള്ളത്? ആ, എടാ, രുചിയുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. ഞാൻ ജനിച്ചതും ഇന്നാണ്. അടികൈ. നിങ്ങൾ പറയുന്ന കള്ളത്തരം കേട്ട് എനിക്ക് കൈയടിക്കാൻ പറ്റില്ല. ഇന്നാണെങ്കിൽ ജനിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെ ഇത്രയും വലുതായിട്ട് വളർന്നേ? എടാ മണ്ട, ഇന്നെന്ന് വെച്ച 25 വർഷം മുമ്പ്. വാടാ ഹണി, നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. എടാ, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ഓർമ്മയില്ലേ? ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്.
സണ്ണിയുടെ ബർത്ത്ഡേക്ക് കൂൾ പാർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഇവനെ ഞങ്ങളുടെ അടുത്ത് പൂളിൽ എറിഞ്ഞത്. നമസ്കാരമുണ്ട്. ഹലോ കുട്ടികളെ, ഞാൻ ഓഫീസിൽ നിന്ന് നേരെ സണ്ണിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നേക്കാം. ഓക്കേ. ബൈ. മിസ് കാട്കർ, ഇന്ന് കണ്ണ സാറേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വൈകിട്ട് ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് നമുക്ക് കാണാം. പക്ഷെ എടാ കുട്ടികളെ, ഇന്ന് എന്റെ എന്തായാലും പിന്നെ സംസാരിക്കാം. ഞങ്ങളിപ്പോ ഭയങ്കര ബിസിയാ. നാട്ടിലാണെങ്കിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ഒരുത്തിന് പോലും എന്റെ ബർത്ത്ഡേ ഓർമ്മയുമില്ല. അടികൈ അടികൈ. എന്റെ ബർത്ത്ഡേ ആർക്കെങ്കിലും ഇവിടെ ഓർമ്മയുണ്ടാകും. കന്നാ സാറേ, നിങ്ങൾക്ക് എന്റെ വക ഒരു ആശംസ. താങ്ക് യു. എന്തായാലും ബെസ്റ്റ് എംപ്ലോയിയുടെ അവാർഡ് നിങ്ങൾക്കാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതിനാണ് എന്റെ ഈ ആശംസ. അല്ല, അവാർഡ് കിട്ടിയതിനാണ് വിഷ് ചെയ്യുന്നേ. അതിനാ അവാർഡ് കിട്ടിയിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലോ. ആ, നമ്മൾ കണ്ടിട്ട് തന്നെ ഇപ്പൊ 1 മാസം ആയി കാണുമല്ലോ. ആ എടാ പോട്ടെ, സുഖമാണോ നിനക്ക്? ഓ, എന്റെ അടുത്ത് ഇങ്ങനെ കളിച്ചാൽ അകത്താക്കും ഞാൻ. അവനും പൂളിന്റെ അകത്തേക്കാണ് പോകേണ്ടത്. പൂളിന്റെ അല്ല, ജയിലിനകത്താക്കും ഞാൻ. ഇവിടെ അതിന് ജയിലൊന്നും ഇല്ലല്ലോ. ഈഷ്, ഇവന്റെ അടുത്ത് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ഹലോ ഇൻസ്പെക്ടർ പാണ്ട. ഹലോ, ഞാൻ എന്റെ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അങ്ങ് അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തായിരുന്നോ? ഈഷ്, ഞാൻ മറന്നു. കാരണം ഈ പാർട്ടി ഉള്ളത് കൊണ്ടാ. നാളെ ചെയ്തേക്കാവേ. ഓ, ഒരുത്തിനും ഓർമ്മയില്ല. എന്തായാലും പേര് മാറിപ്പോകാൻ ഒരു വഴിയുമില്ല. എടാ സണ്ണി, അപ്പൊ നിന്റെ സർനെയിം ഖന്നാന്നാണോ? കണ്ണ സാറേ, ഈ കേക്ക് അങ്ങേക്കുള്ളതാണ്. അങ്ങേക്ക് വേണ്ടി ഞാനാണ് ഈ സർപ്രൈസ് പാർട്ടി ഒരുക്കിയത്. ഹാപ്പി ബർത്ത്ഡേ കണ്ണ സാർ, ഹാപ്പി ബർത്ത്ഡേ. തീ കത്തിച്ചത് കൊണ്ട് ഉടൻ തന്നെ മെഴുകുതിരി ഉരുകുന്നു. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു. അടികൈ, എല്ലാരും കൈയടിക്ക്. ഹാപ്പി ബർത്ത്ഡേ.